ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒക്ടോബർ 2 ആണ്. സോ നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒരു ലോങ് വീക്കെൻഡ് ആണല്ലോ വരുന്നത്. സോ വി തോട്ട് ഓഫ് ഗോയിങ് ഫോർ എ ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഡൽഹിക്കാണ് പോകുന്നത്. അപ്പോൾ പതിവ് പോലെ എൻ്റെ കൂടെ ഇപ്പോഴും ചച്ചു ഉണ്ട്, പിന്നെ അരവിന്ദുണ്ട്. അതെ, അവരെ കാണാം. രാവിലെ 7:50 ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ പ്രയോറിറ്റി ചെക്കിനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അങ്ങനെ ചെക്കിനൊക്കെ ചെയ്ത് പിരിക്കുകയാണ്. 2 hours നമുക്ക് ടൈമുണ്ട്. അപ്പം ചച്ചു എഴുന്നേറ്റതുകൊണ്ട് ആൾ നടക്കാനുള്ളൊരു പ്രായം കൂടി ആയതുകൊണ്ട് നല്ല നടത്തമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡൽഹിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അരവിന്ദ് ഇതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അതിൻ്റെ ഒരു നല്ല എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളൊരു ഉച്ചയാകുമ്പോഴേക്കും ഡൽഹിയിലേക്ക് എത്തും. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് റൂമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഈവനിങ് ആകുമ്പം കുത്തബ് മിനാറിലേക്ക് പോകാമെന്നാണേ. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് 7:50 കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 2 hours നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾ പിള്ളേരായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എയർപോർട്ടിലൊരു 2.5 hours നേരത്തെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്കിതുപോലെ കാമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ എപ്പോഴാണ് ഉറങ്ങുക എഴുന്നേൽക്കുക എന്ന് പറയാൻ പറ്റില്ല. എയർപോർട്ടിലായതുകൊണ്ട് ഒരുപാട് നടക്കാനും ചാടി കളിക്കാനും ഒക്കെ സ്ഥലങ്ങളുണ്ട്. സോ അവരവരുടെ വഴിക്കും കൂടി വിടുകയാണെങ്കിൽ അവരും ഹാപ്പി, പിന്നെ നമുക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഒരുപാട് ഹെഡേക്കുകളൊക്കെ എടുക്കാതെ ബ്രിങ്ക് ടൈമിന് പോണതിന് പകരം കുറച്ചും കൂടി നേരത്തെ പോകുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ചച്ചു നടക്കണ പ്രായമായതുകൊണ്ട് ഫുൾ ടൈം നടക്കായിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും എടുക്കാൻ പോലും അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളെ ഞങ്ങൾ അവളുടെ വഴിക്ക് വിട്ടതായിരുന്നു. നേരത്തെ എത്തിയ സ്ഥിതിക്ക് ഞങ്ങളൊന്ന് ലോഞ്ചിൽ കയറി അവിടെ കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയത്. മക്കളായിട്ട് ട്രാവൽ ചെയ്യണ സമയത്ത് നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് കീപ്പ് ചെയ്യാനുണ്ട്. സോ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ലാൻഡിങ് ടൈമിൽ തന്നെ ചച്ചുന് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. കാരണം അവൾക്ക് ഡൈപ്പർ ചേഞ്ച് ചെയ്യാണ്ടായിരുന്നു. സോ നമ്മൾ നേരെ ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി കെയർ റൂമിലേക്ക് പോയിട്ടോ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എയർപോർട്ടിൽ എപ്പോഴും ബേബി കെയർ റൂം അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ബേബിക്ക് ഡ്രസ്സ് മാറ്റാനാണെങ്കിലും ഇനി ഫീഡ് ചെയ്യാനാണെങ്കിലും ഡൈപ്പർ ചേഞ്ച് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ നെസസറി ഐറ്റംസും അവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ബേബീസിനെ എപ്പോഴും കംഫർട്ടബിൾ ആക്കുകയാണെങ്കിൽ അവരും നമ്മളുടെ യാത്ര നല്ല ഈസി ആക്കി തരും. അതുകൊണ്ട് എപ്പോഴും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കാം. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ കുത്തബ് മിനാറിലേക്ക് വന്നു കേട്ടോ. ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ വന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കുത്തബ് മിനാറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് തിങ് ടിക്കറ്റാണ്. ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുത്തബ് മിനാർ നിൽക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറും ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ്. സോ നമ്മൾ ആദ്യം ടിക്കറ്റ് പോയി എടുത്തതിന് ശേഷം വേണം ഈ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ഇത് ഇന്ത്യൻ ഹെറിറ്റേജ് മോണ്യുമെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് ഓൺലൈനിലും ബുക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു 45 rupees 40 rupees എന്തോ പെർ ഹെഡ് വരുന്നുള്ളൂ. ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, എന്നാലും അത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ കേട്ടോ. സോ ആദ്യം തന്നെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കയറി വരുന്നത് ഇതുപോലുള്ളൊരു ചെറിയൊരു ഗാർഡൻ ഏരിയയിലേക്കാണ്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ നമുക്ക് ആ കുത്തബ് മിനാർ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കുത്തബ് മിനാർ കാണാൻ. പിന്നെ നമ്മൾ വിചാരിക്കും കേട്ടോ, ഈ പറഞ്ഞ പോലെ അത്രയും ഹൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും ഹൈറ്റ് ഇല്ല എന്നുള്ള ഡൗട്ടൊക്കെ വരും. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഭയങ്കര ഹൈറ്റ് ഉണ്ട്. ആൻഡ് എഗെയിൻ ഇന്ത്യൻ ഹെറിറ്റേജ് മോണ്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുത്തബ് മിനാർ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ പഠിച്ച പോലെ തന്നെ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ ആവട്ടെ, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കൊത്തുപണികളാകട്ടെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ആൻഡ് ഓൾസോ ഒരുപാട് ഹിസ്റ്ററീസ് നിറഞ്ഞൊരു സ്ഥലവും കൂടിയാണ് കുത്തബ് മിനാർ. നമ്മൾ ഡൽഹിയിൽ ആദ്യം എത്തിയപ്പം ഒരു മഴക്കാറൊക്കെ ഉള്ളൊരു വെതറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു നല്ല രസം ഉണ്ടാകും വെതർ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലായിരുന്നു. പക്ഷെ ആ വെയിലിൻ്റെ ആ വെളിച്ചത്തിൽ ഈ കുത്തബ് മിനാർ കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ.
ആ ഒരു കൊത്തുപണികളൊക്കെ ശരിക്കും നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് സോ വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഈ കുത്തബ് മിനാറിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഈ പണി കഴിയാത്ത രീതിയിലുള്ള കുറേ ബിൽഡിങ്സ് കാണാനാണ്. അതിൻ്റെ തൊട്ടടുത്ത് കുത്തബ് മിനാറും. ഈ കുത്തബ് മിനാറിൻ്റെ മുകളിലൂടെ ഇതുപോലെ എപ്പോഴും ഫ്ലൈറ്റുകൾ ഇങ്ങനെ പറക്കുന്ന കാണാം കേട്ടോ. കാരണം ഇന്ദിരാഗാന്ധി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കുത്തബ് മിനാർ വരുന്നത്. അതുകൊണ്ട് ഡൽഹിയിലേക്കൊക്കെ ആരെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ കുത്തബ് മിനാറൊക്കെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചതാണെങ്കിലും ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ കുത്തബ് മിനാർ 72.5 മീറ്റർ ടോളസ്റ്റ് മോണുമെന്റ് ഇൻ ഇന്ത്യയാണ്. പിന്നെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും വരുന്നതാണ് കുത്തബ് മിനാർ. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഡോ ഇസ്ലാമിക് കൾച്ചർ തന്നെയാണ്. അത് ശരിക്കും കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുത്തബ് മിനാറിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റുമായിരുന്നു പണ്ട്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പോൾ അത് കയറാൻ പറ്റില്ല, കാരണം അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. മേ ബി സേഫ്റ്റി ഇഷ്യൂസൊക്കെ കാരണം കൊണ്ടായിരിക്കാം. എനിവേസ് അതിൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. അതിലൊക്കെ കയറി ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാ ബിൽഡിങ്സും കാണാനും അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കാനൊക്കെ. കുത്തബ് മിനാർ മൊത്തം നടന്ന് ചുറ്റി കാണുമ്പോഴേക്കും നമ്മൾ നന്നായി ടയേർഡാവും കേട്ടോ. കാരണം അത്രത്തോളം ഉണ്ട് നടന്ന് കാണാൻ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു മഴക്കാറായിരുന്നു ഡൽഹിയിലുണ്ടായിരുന്നത്. പിന്നെ അത് വെയിലായി, പിന്നെ വീണ്ടും മഴക്കാറ് വന്നു. അപ്പോൾ ഒരു മഴ പെയ്യും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കും ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. ബിക്കോസ് മഴ പെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, ചച്ചു ഉള്ളതുകൊണ്ട് നമുക്ക് അധികം നിൽക്കാൻ പറ്റില്ല. സോ നമ്മൾ നേരെ റൂമിലേക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒരു കോയിൻ കിട്ടും. ആ കോയിൻ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. തിരിച്ച് എക്സിറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ കോയിൻ തിരിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണേ.